പക്ഷെ ഡൽഹിക്ക് പോയി വന്നപ്പോ ക്യൂബൻ സംഘത്തിനെ മാത്രം കണ്ട് അവർ മടങ്ങുകയാണ് ഉണ്ടായത്. ഞാനൊരു 10-18 വല്ല MP ആയിരുന്ന ആളാണ്. ഒരുപാട് കേരളത്തിലെ മന്ത്രിമാരുടെ ഡൽഹി സന്ദർശനത്തിലൊക്കെ പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിലൊരു സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ആ മീറ്റിംഗിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. പക്ഷേ വീണ ജോർജ് ഡൽഹിയിൽ പോയപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ല പോയത്. അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഗോവിന്ദമാഷ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ അത് പച്ച കള്ളമാണെന്ന് തെളിഞ്ഞു. ഗോവിന്ദമാഷ് പറഞ്ഞ് ക്യൂബൻ സംഘത്തിനെ കാണാനാണ് മന്ത്രി പോയത്, അല്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാനല്ല. അപ്പൊ കേന്ദ്രമന്ത്രിയെ കാണാനാണെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോണം. അപ്പോ മന്ത്രിയുടെ ലക്ഷ്യം അതല്ല. ക്യൂബൻ സംഘത്തിനെ കാണാൻ വേണ്ടി അസംബ്ലിന്റെ ഇടയിൽ ഓടിപ്പോയി. അപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചു, സാധാരണ അസംബ്ലിന്റെ ഇടയിലൊന്ന് ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്രമന്ത്രിനെ കാണാനിരിക്കും ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ക്യൂബൻ സംഘത്തിനെ കണ്ടു മടങ്ങിയ മന്ത്രി നഡ്ഡയെ കാണാൻ ഒരു പരിപാടി ഇട്ടിരുന്നില്ല എന്നുള്ളത് ഇന്നലെ ഗോവിന്ദമാഷ് സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമായി. മറ്റൊരു വിഷയമുള്ളത്, മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കുന്നില്ല, ഇപ്പൊ ഇവിടെ ഈ സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് കൂട്ടാത്തതെന്നാണല്ലോ, ഓൺലൈൻ കൂട്ടാത്തതെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫണ്ട് അനുവദിക്കേണ്ടത് ധനകാര്യമന്ത്രിയല്ലേ? ആരോഗ്യ മന്ത്രാലയമാണ് അലൗട്ട് ചെയ്യേണ്ടതെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിന് ഫണ്ട് അലൗട്ട് ചെയ്യേണ്ടത് ധനകാര്യമന്ത്രിയാണ്. ആ ധനകാര്യമന്ത്രി തന്നെ കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു കുടിശ്ശിക ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ ആശാ വർക്കർമാർക്കുള്ള ഓണററി ഞങ്ങൾ കൂട്ടിക്കൊടുക്കാമെന്ന് എന്തുകൊണ്ട് പറയാൻ തയ്യാറായില്ല? ഇതിന്റെ ലക്ഷ്യം സമരം ചെയ്ത് ഇവിടെ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് CPM-ന്റെ നേതാക്കന്മാർ മത്സരിച്ച് സമരക്കാരെ അധിക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാർക്ക് ഇപ്പൊ എവിടെയാണ് ചോദിക്കുന്നത്? കാരണം ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മിനി എന്ന സഹോദരിയെ കുറിച്ച് പറഞ്ഞു സാംക്രമിക രോഗം പരത്തുന്ന കീടെന്ന് പറഞ്ഞു. ഈ മഴയത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ പന്തല് പൊളിച്ചു. തിരുവനന്തപുരത്താണെങ്കിൽ പകല് നല്ല ചൂടും രാത്രി നല്ല മഴയാണ്. ഇവിടെയാണ് പന്തല് പൊളിച്ചത്. അവസാനം ഹൈക്കോടതി ചോദിച്ചല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾക്ക് പന്തല് പൊളിക്കാത്ത നിങ്ങൾ, സ്റ്റേജ് പൊളിക്കാത്ത നിങ്ങൾ എന്തിനാണ് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉത്തരവുണ്ടായില്ല. അതിന് വലിയ താല്പര്യത്തോടെ പന്തല് പൊളിച്ചു. ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് കുറച്ച് മഴക്കോട്ടും കുടയൊക്കെ കൊടുത്തു. അതിന് ഒരു DYFI ഒരു CIT നേതാവ് എന്ത് വൃത്തികേടായിട്ടാ പറഞ്ഞ്, എന്നാ പിന്നെ ഒരു ഉമ്മയും കൊടുക്കായിരുന്നില്ല. ഇതിനൊക്കെ ഒരു തരം ഞരമ്പ് രോഗമാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ വെച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കണം. ഞാൻ അത്രേ പറയുന്നു.